ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഹണി റോസിൻ്റെയും ബോബി ചെമ്മണ്ണൂരിൻ്റെയും പ്രശ്നം വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ 100% ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയാണ് ഈ ഒരു അറസ്റ്റിലും ഈ വിവാദത്തിലും. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനമായി ഇപ്പോൾ ആളുകൾ രണ്ട് ചേരിയിലാണ്. ചില ആളുകൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ നിൽക്കുന്നു. അവർ പറയുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. ആരായിരുന്നാലും കമൻറ്റ് പറഞ്ഞു പോകുന്നു. ഹണി റോസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ മാത്രമല്ല, എവിടെ ചെന്നാലും ഇതുപോലെ അശ്ലീലങ്ങൾ പറയുന്ന ഒരാളാണെന്ന്. രണ്ടും നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ എനിക്ക് അപാകതകളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അവർ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. മുഖസൗന്ദര്യം പോലെ തന്നെ അവർക്ക് നല്ല ശരീര സൗന്ദര്യമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ശരീര സൗന്ദര്യം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണ്. അതും പ്രധാനമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വേദികളിലാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് പോലെ അത് വളരെ മോശപ്പെട്ട ഒരു വസ്ത്രധാരണമായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുന്ന സ്ഥലത്ത് ഈ പുരുഷന്മാർ മാത്രമല്ല ഉള്ളത്. അത് ഏതെങ്കിലും ഈ നക്ഷത്ര ഹോട്ടലുകളോ വേശ്യാലയമോ ഒന്നുമല്ല ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സ്ത്രീകൾ ഒരുപാട് വരുന്ന ജ്വല്ലറികൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ സ്ത്രീകൾ ഒരുപാടുണ്ടാവും. നമ്മൾ ഈ ഉദ്ഘാടന വേദികൾ നോക്കണം, അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരം ആളുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഈ ഹണി റോസ് മോശമായിട്ടുള്ള ഒരു വസ്ത്രധാരണമാണ് നടത്തിയിരുന്നത് എങ്കിൽ അത് പിന്നീട് അവരെ വിളിക്കില്ല, അല്ലേ? പിന്നീട് ആ ഒരു വേദിയിലേക്ക് അവരെ വിളിക്കില്ല. അവർ സമൂഹത്തിന് ഒരിക്കലും നിരക്കാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങാണ് ധരിച്ചതെങ്കിൽ. അങ്ങനെയല്ല, അവർ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ സൗന്ദര്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, വടിവൊത്ത ശരീരമുള്ളവർ. ചിലപ്പോൾ അവരൊക്കെ ഈ ഹണി റോസ് ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നില്ലായിരിക്കും. എന്നുകൊണ്ട് ഹണി റോസിന് അങ്ങനെ ധരിച്ചുകൂടാ എന്നില്ല. ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ശരിക്കും അവരെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയധികം ആളുകൾ തിങ്ങിക്കൂടുകയും ചെയ്യുന്നത്. ശരിക്കും അവർ നല്ല സൗന്ദര്യമുള്ളൊരു ശരീരത്തിനുടമയില്ല. അപ്പോൾ ഈ ശരീരം ശരിക്കും പ്രൊജക്റ്റ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഗുണം? അവർക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ശരീരം കിട്ടിയോണ്ട് എന്താണ് ഗുണം? അപ്പോൾ അവർക്ക് ഭംഗിയുള്ള ഒരു മുഖമുണ്ട്, ഭംഗിയുള്ള അവയവങ്ങളുണ്ട്. അപ്പോൾ അതവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു. അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. അപ്പോൾ ഇതിൽ എപ്പോഴും ചിന്തിക്കാനുള്ളത് ഹണി റോസിന് മാത്രമേ തെറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൽമാൻ ഖാൻ ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് സൽമാൻ ഖാൻ ഷർട്ട് ഇട്ടുകൊണ്ട് അഭിനയിക്കുന്നത് വളരെ കുറച്ച് അവസരങ്ങളിലാണല്ലേ. പോട്ടെ, അത് സിനിമയാണെന്ന് വയ്ക്കാം. നമ്മുടെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോകളിൽ. ഈ ഉണ്ണി മുകുന്ദൻ ഒരു കോളേജ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ കോളേജ് യുവതി യുവാക്കളുടെ ഫ്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് ഊരുകയും കയ്യൊക്കെ ഇങ്ങനെ പെരുക്കി വെച്ചിട്ട് മസിലൊക്കെ കാണിച്ചു കൊടുക്കുകയും തറയിൽ നിന്നൊരു 10-50 പുഷപ്പൊക്കെ ഇടുകയും ചെയ്യും ആ സ്റ്റേജിൽ നിന്നുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസും ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ ശരീരം നല്ല ഭംഗിയുള്ള ആളുകൾ ചെയ്യും, പക്ഷേ മോഹൻലാൽ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. കുഞ്ചാക്കോ ബോബൻ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു? ഇവർക്ക് വളരെ ഭംഗിയുള്ള ഒരു ശരീരമുണ്ട്, ഈ പറഞ്ഞ ടൊവിനോയ്ക്കും ഉണ്ണി മുകുന്ദനൊക്കെ. അതുകൊണ്ട് അതവർ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അതേപോലെ തന്നെയാണ് ഹണി റോസും ചെയ്യുന്നത്. മറ്റ് നടിമാർ ഇത്രയും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാത്ത എന്താണ്? അവർക്ക് അതിനുള്ള കോൺഫിഡൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇനി അടുത്തത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ 100% ഈ ഒരു കേസിൻ്റെ പ്രശ്നത്തിൽ അനുകൂലിക്കുകയാണ്. ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്താണ്. ആ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നത് ബോബി ചെമ്മണ്ണൂർ വളരെ അശ്ലീലം സംസാരിക്കുന്ന ഒരാളാണെന്നാണ്. ഞാനും ശരിവയ്ക്കുന്നത്, ബോബി ചെമ്മണ്ണൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ഘാടന വേദിയിൽ ഈ ഹണി റോസിനോട് മാത്രമല്ല, ഏതെങ്കിലും ഒരു പൊട്ട് ചായക്കടയിൽ ചായ കുടിക്കാൻ ചെന്നാൽ, അവിടെ ഒരു ദോശ കഴിച്ചാൽ, ഒരു ഉഴുന്നുവട എടുത്ത് കഴിച്ചാലും അവിടെ ഇരിക്കുന്നത് ഒരു സ്ത്രീയാണെന്നോ, തൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണെന്നോ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ള എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളാണെന്നോ ഒന്നും നോക്കാതെ, അവിടെ ഒരു കുട്ടിയുണ്ടോ എന്ന് പോലും നോക്കാതെ വളരെ അശ്ലീലം കലർന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ പ്രതികരിക്കാത്തതെന്ന്. ഇവർക്കൊന്നും വ്യക്തിത്വമില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, ഈ ബോബി ചെമ്മണ്ണൂർ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന സ്ത്രീകളോടും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരോടും മാന്യമായ രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും ഈ ചാനലുകാർ, ഈ വലിയ വലിയ ചാനലുകാർ ഉൾപ്പെടെ, ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നതിൽ 90% സ്ത്രീകളെയാണ് അയക്കുന്നത്, അല്ലേ?
എന്തിനാണ് അയക്കുന്നത്? സ്ത്രീകളോട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ സംസാരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. എങ്കിലേ അവർക്കത് വിറ്റ് കാശാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് സ്ത്രീകൾ അതിന് നിന്നു കൊടുക്കുകയും ചെയ്യണം, കാശിന് വേണ്ടിയിട്ടല്ലേ? അത് കാശിന് വേണ്ടിയിട്ടെന്നെങ്കിലും പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബോബി ചെമ്മണ്ണൂർ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഈ കോളേജിൽ നിൽക്കുമ്പോൾ ഈ കോളേജിലെ പെമ്പിള്ളാരോട് മോശമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊന്ന് സഹോദരന്മാരും തന്തയും തള്ളയൊന്നും ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ പോട്ടെ, അതൊക്കെ ഇവിടെ ഇവരൊക്കെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞ അറിവും വിവരവും വിദ്യാഭ്യാസമുള്ള കോളേജ് പെമ്പിള്ളാരല്ലേ. അവർക്ക് വ്യക്തിത്വം ഇല്ലേ? അവരെന്തുകൊണ്ട് പ്രതികരിക്കാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിക്കാതിരിക്കുന്ന ഒരു തെറ്റാണെന്ന് പറയുന്നതിനോടൊപ്പം ഈ വിഷയത്തിൽ മറഞ്ഞു കിടക്കുന്ന വേറൊരു വലിയ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് ഏറ്റവും ആദ്യമായി ചെന്ന അവസരത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്തായിരുന്നാലും വഷളത്തരം കലർന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഹണി റോസിന് അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പ്രതികരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. സാരമില്ല, അതിനുശേഷവും ദിവസങ്ങളുണ്ടല്ലോ. അന്നോ അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ പിറ്റേന്നോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ അവർക്ക് വേണമെങ്കിൽ അയാളെ ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറയാലോ, ഇനി മേലാൽ എന്നോട് ഇങ്ങനെ ആവർത്തിക്കരുത്, എങ്കിൽ ഞാനിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. പകരം എന്താണ് സംഭവിച്ചത്? ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉദ്ഘാടനങ്ങൾക്ക് വീണ്ടും ഹണി റോസ് പോവുകയാണ് അല്ലേ? എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാമതൊരു ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോഴെങ്കിലും ഹണി റോസിന് വാൺ ചെയ്യാം, ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പെരുമാറുന്നു എങ്കിൽ ഞാൻ വരില്ല, അഥവാ വന്നാലും ബോബി ചെമ്മണ്ണൂർ അങ്ങനെ എന്നോട് സംസാരിച്ചാൽ ഞാൻ അത് കേസാക്കും എന്ന് പറയാമായിരുന്നല്ലോ അവർക്ക്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല അല്ലേ? പണത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് കേൾക്കാനായിട്ട് ഹണി റോസ് ചെന്ന് നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു വേദിയിൽ ഞാൻ കണ്ടു ഈ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ കൈക്ക് പിടിച്ച് കറക്കുന്നത്. അത് ഹണി റോസ് ആസ്വദിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് പോകും. അപ്പം ശരി, അപ്പോഴാസ്വദിച്ചില്ല, അല്ലെങ്കിൽ അതാണ് സാഹചര്യമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അത് പറയാമായിരുന്നല്ലോ. ഒരവസരത്തിൽ ഒരു തവണ ഇങ്ങനെ ചെയ്തപ്പോൾ വീണ്ടും എനിക്കെതിരെ ഇങ്ങനെ ഒരാൾ സംസാരിക്കരുത്. എന്താ, ഹണി റോസ് ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു സ്ത്രീയാണോ? എൻ്റെ സംശയം ഇതാണ്. എന്താണ്, അവർക്കൊരു വ്യക്തിത്വം ഇല്ലേ? വ്യക്തിത്വം ഉള്ളവരാണെങ്കിൽ അവർ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഒന്ന് വാൺ ചെയ്താൽ വീണ്ടും അതുപോലെ സംസാരിക്കാനുള്ളൊരു ചങ്കുറപ്പൊന്നും ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനൊന്നും ഇല്ല. അത്രയ്ക്കുള്ള പെഡിഗ്രി ഒന്നും ഉള്ള ഒരാളല്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്കൊരു എന്തോന്ന് പറയാം, മൂന്നാം കിട തേർഡ് റൈറ്റ് കുടിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് പള്ളു വിളിക്കുന്നത് പോലുള്ളൊരു ഒരു വ്യക്തിയല്ല ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ എന്തുകൊണ്ട് ഹണി റോസ് അത് ചെയ്തില്ല? അതിലൊരു നിഗൂഢതയുണ്ട് എന്നുള്ളതാണ്. എന്തോ ഒരു നിഗൂഢത അതിനകത്തുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കോമ്പൗണ്ടിലേക്ക് അയൽവക്കക്കാരൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകളൊന്ന് ചാഞ്ഞ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിച്ചെന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണോ ചെയ്യാനുള്ളത്? അഥവാ ഒരു കംപ്ലയിൻറ്റ് ചെയ്താൽ പോലും ഈ പോലീസുകാരോ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോ നമ്മളോട് എന്തായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞു അതൊന്ന് മുറിച്ച് മാറ്റിത്തരാൻ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അവരോടത് പറയൂ, എന്നിട്ട് അവരത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കേസുമായി മുന്നോട്ട് പോകാമെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതേ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഹണി റോസ് ചെയ്തില്ല. അതിലെന്തോ ഒരു എന്തരാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഹണി റോസ് എന്ന് പറയുന്നത് ഈ ഉദ്ഘാടനത്തിന് ചെല്ലുന്നത് നിസ്സാരമായ തുകകൾ വാങ്ങിച്ചിട്ടൊന്നുമല്ല, ലക്ഷങ്ങൾ വാങ്ങിയിട്ടായിരിക്കും അവർ ഈ ഉദ്ഘാടനത്തിന് ചെല്ലുന്നത്. ഒരുപക്ഷെ എൻ്റേതായ ഒരു സംശയമാണ്, ചിലപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വൻ തുക ഇങ്ങനെ ഒരു ട്രാപ്പ് ബോബി ചെമ്മണ്ണൂരിന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തരാമെന്ന് വേറെ ആരെങ്കിലും, ഈ ബോബി ചെമ്മണ്ണൂരിനോട് എതിർപ്പുള്ള വിരോധമുള്ള ആരെങ്കിലും ഓഫർ ചെയ്തതാണെങ്കിലും ആ വഴിക്കൊന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു എടുപിടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാതിയും അതിൻ്റെ പേരിൽ കേസും വഴക്കും അറസ്റ്റും ഒക്കെ കാണുമ്പോൾ ഇത് 100% ബോബി ചെമ്മണ്ണൂരിനെ കരുതിക്കൂട്ടി ട്രാപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായിരുന്നാലും എൻ്റെ ഇതിലുള്ളൊരു അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താം. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.